Hi lovely people, so glad you are here on Amala Midul. Welcome to my channel. ബീഫ് ഇല്ലാതെ എന്നാ ക്രിസ്മസാ അല്ലേ? ക്രിസ്മസിന്റെ അന്ന് രാവിലെ എന്നാ വെക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നവര് ഈ റെസിപ്പി പിടിച്ചോ. ഇഡലി ബീഫ് കീമ ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. 1/2 കിലോ ബീഫാണ്. കടയിൽ കീമയ്ക്കാന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ആക്കി തരും. ഇന്നിപ്പോൾ അങ്ങനെ ചെയ്ത് കിട്ടിയില്ലെങ്കിലും നമുക്ക് വീട്ടിലെ മിക്സി ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ആക്കിയിട്ട് ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാൻ എടുത്ത് വെക്കുക, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ബീഫിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കറിലൊന്നും വെക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയാണ്, മീഡിയം സൈസ് ഓണിയൻ, ചോപ്പ് ചെയ്ത ടൊമാറ്റോ ആൻഡ് സോൾട്ട് ആൻഡ് ടു ടേസ്റ്റ്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടണം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ബീഫിൽ ഓൾറെഡി വെള്ളമുണ്ട്. ഇപ്പം ഈ വെള്ളം മതിയാവും. വെള്ളം വറ്റുന്ന വരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബീഫിൽ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് ആട്ടോ അടച്ചു വെച്ചെടുത്തത്. ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 ഗ്ലാസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെക്കാം. വെള്ളം വറ്റുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇനി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ ഇല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്താലും മതി. ബീഫ് കീമയുടെ ടേസ്റ്റ് തന്നെ മാറ്റുന്നത് ഈ ഗീ ആഡ് ചെയ്യുമ്പോഴാണ്. ഇനി 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് അരിഞ്ഞത് ഇനി നമുക്ക് ബീഫിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ കൊറിയാൻഡർ ലീവ്സും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു 2 ഇല്ലെങ്കിൽ 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ബീഫിന്റെ ചൂട് കൊണ്ട് തന്നെ വെന്തോളും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അരിഞ്ഞിട്ടത് അതിന്റെ ആ ഫ്ലേവർ ബീഫിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ, ബീഫ് കീമ റെഡി. ഇനി നമുക്ക് ഇഡലി തയ്യാറാക്കാം. സാധാരണ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണ തടവി കൊടുക്കാം. ദെൻ നമുക്ക് ഇഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കരുത്, ഇച്ചിരി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ബീഫ് കീമേനെ ഓരോ സ്പൂണ് വീതം നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത സെറ്റ് നമുക്ക് തയ്യാറാക്കാം. ഇഡലി എങ്ങനെ ഉണ്ടാക്കുമോ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് ഇഡലി സെറ്റ് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് മതി ഒന്ന് വെന്ത് കിട്ടാൻ. ഇഡലി നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് അടർത്തി എടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ ഇഡ്ഡലിപ്പൊടി ഇല്ലേ, 2 ടേബിൾ സ്പൂൺ ഇഡ്ഡലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഡ്ഡലിപ്പൊടി ഓൾറെഡി നമ്മൾ വറുത്ത് പൊടിച്ച പൗഡറാണ്. ഒന്നുകൂടി എണ്ണയ്ക്കകത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ്. ഓരോ ഇഡ്ഡലിയായിട്ട് ഇനി വെച്ചു കൊടുക്കാം. ഇനി പാൻ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം, ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇഡ്ഡലിപ്പൊടിയെല്ലാം ഇഡ്ഡലിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2-3 മിനിറ്റ് മതി. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഇഡലിയും നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി 2-3 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി പ്ലേറ്റിലോട്ടോ ബൗളിലോട്ടോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇഡലി ബീഫ് കീമയുടെ കൂടെ ഒട്ടും പിശുക്ക് കാണിക്കാതെ കുറേ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ബീഫ് കറിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കട്ടൻ ചായയും കൂടെ. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഇഡലി ബീഫ് കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡലി മാവിനകത്ത് ബീഫ് കീമ വെച്ച് അത് വെന്തതിന് ശേഷം നമ്മൾ ഇഡലിപ്പൊടിക്കകത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് ബീഫ് കറിയായിട്ട് ഇഡലി ബീഫ് കീമ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് തയ്യാറായി കിട്ടും. മേക്ക് ഇറ്റ് വൺസ്, ഫോർ ഷുവർ യു വിൽ ലൈക്ക് ഇറ്റ്. I hope this video is useful. If so, please like, share and subscribe for more easy recipe. Thank you.